സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മുതിര കൊണ്ടുള്ള തോരനാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. മുതിര കൊണ്ടുള്ള വിഭവങ്ങളെല്ലാം തന്നെ വളരെയധികം ഹെൽത്തിയാണ്. അയൺ, കാൽസ്യം, പ്രോട്ടീൻ ഇതെല്ലാം മുതിരയിൽ അടങ്ങിയിട്ടുണ്ട്. മുതിര കൊണ്ടുള്ള വിഭവങ്ങൾ നമ്മുടെ ആഹാരക്രമത്തിൽ നിർബന്ധമായി ഉൾപ്പെടുത്തേണ്ടതാണ്. മുതിര കൊണ്ട് എങ്ങനെയാണ് തോരൻ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ. 250 ml കപ്പിന് 1 കപ്പ് മുതിരയാണ് എടുത്തിരിക്കുന്നത്. വറുത്ത മുതിരയൊന്നുമല്ല, ഇത് പച്ചയ്ക്ക് തന്നെയാണ് ഞാൻ കുക്കറിലിട്ട് വേവിച്ചെടുക്കുന്നത്. ഇത് നല്ലവണ്ണം കഴുകി ഒന്ന് എടഞ്ഞെടുത്തുകൊണ്ട് വരാം. കാരണം കല്ലൊക്കെ കാണും, അതുകൊണ്ട് കഴുകുന്ന സമയത്ത് എടഞ്ഞ് തന്നെ എടുക്കണം. കഴുകി ക്ലീനാക്കിയ മുതിര ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. മുതിരയ്ക്ക് നല്ല വേവുണ്ട്, അതുകൊണ്ട് 1 കപ്പ് മുതിരയ്ക്ക് 3 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു തവിയുണ്ട് എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുത്ത ശേഷം സ്റ്റൗവിൽ വെച്ച് 6 വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുത്തിട്ടുണ്ട്. കുക്കറിലെ എയർ ഒന്ന് സെറ്റിലായി വരുന്ന സമയം കൊണ്ട് നമുക്ക് മുതിരയിലേക്ക് ചേർക്കാനായിട്ട് ഒരു അരപ്പ് റെഡിയാക്കാം. കുക്കറിൻ്റെ ചെറിയ ജാറിലേക്ക് 4 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അര ടീസ്പൂൺ ചെറിയ ജീരകവും 6 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഇതൊന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം. ഈ രീതിയിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പീരയും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 5-6 കഷ്ണം ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം. കുക്കറിലെ എയറെല്ലാം പോയിട്ടുണ്ട്. മുതിര നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. എന്നാൽ വെന്തുടഞ്ഞു പോയിട്ടുമില്ല, നല്ല പെർഫെക്റ്റായ രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാന് അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് 2-3 വറ്റൽമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. മുതിര ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അരപ്പിനാവശ്യമായ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി എടുക്കാം. അരപ്പിൻ്റെ വെള്ളമയമൊക്കെ ഒന്ന് മാറി അരപ്പിൻ്റെ പച്ചച്ചുവ മാറി കഴിയുമ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുതിര ഇട്ട് കൊടുക്കാം. മുതിര ഇട്ട് കൊടുത്തതിന് ശേഷം തേങ്ങയും മുതിരയും എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുത്ത് തട്ടിപ്പൊത്തി വെച്ച് ആവി കയറുന്നതിന് വേണ്ടി ഒന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ് വേവിച്ചെടുക്കാം. രണ്ട് മിനിറ്റിന് ശേഷം അടപ്പ് മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളമെല്ലാം പറ്റി നല്ല പെർഫെക്റ്റായ രീതിയിൽ മുതിരത്തോരൻ റെഡിയായിട്ടുണ്ട്. മുതിര കൊണ്ട് പല രീതിയിലും തോരൻ വെക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ ഈ രീതിയിലാണ് ചെയ്ത് നോക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലൊന്ന് ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ.